സ്വന്തം തലയിലേക്ക് വിരൽ ചൂണ്ടി എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന പതിവുള്ള അയാളെ പേടിക്കണമെന്ന് ഫുട്ബോൾ അറിയാവുന്ന എല്ലാവരും പറയുന്നത് ഇതുകൊണ്ടാണ്. അവസാന വിസിൽ വരെ ഇത്ര അപകടകാരിയായ ഒരു മാനേജറെ ലോകത്തുണ്ടാകൂ. അത് ഡോൺ കാർലോ എന്ന കാർലോസ് ആൻസലോട്ടിയാണ്. 2026 ഫിഫ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ അതിമനോഹരമായി കളിച്ചിട്ടും ജപ്പാൻ അവസാന നിമിഷം അടിയറവ് പറഞ്ഞത് ഡോൺ ആശാന്റെ പ്ലാൻ ബിയിലാണ്. ഉറപ്പായിരുന്നു ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ തീ പാറുമെന്ന്. കഴിഞ്ഞ 11 മത്സരങ്ങളിലും യൂറോപ്യൻ ടീമുകൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത പോരാട്ട വീര്യമായിരുന്നു ജപ്പാൻ. 90 മിനിറ്റും ഒരേ ഊർജ്ജത്തോടെ മൈതാനത്ത് യന്ത്രക്കാലുകൾ പോലെ ഓടിക്കളിക്കുന്ന ജപ്പാനെ ഈ ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ലോകം കാണുകയും ചെയ്തു. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലും അതുതന്നെയായിരുന്നു ദൃശ്യം. ബോക്സിന് പുറത്ത് 5 പേരെ കോട്ടകാക്കാൻ നിയോഗിച്ച് ബാക്കി 5 പേരെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു സാമുറായി പരിശീലകൻ മോറിയാസു. ഈ തന്ത്രം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രസീലിനെ വിറപ്പിക്കുകയും ചെയ്തു. ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഏറെയുണ്ടായിട്ടും ഒന്നുപോലും ജപ്പാൻ ഗോളി സുസുക്കിയെ മറികടന്നില്ല. ബോക്സിന് പുറത്ത് ഗ്യാപ്പ് തിരഞ്ഞ് ക്യൂനിയും വിനിയും റയാനും നിരാശപ്പെട്ടു. വിനിയായിരുന്നു മോറിയാസുവിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പകൽ പോലെ വ്യക്തം. അതേസമയം കൗണ്ടർ അറ്റാക്കുകളിലൂടെ കാനറികളുടെ സമ്മർദ്ദം കൂട്ടി ജപ്പാൻ. ഏതെങ്കിലും ഒരു ബ്രസീലിയൻ താരത്തിന്റെ മിസ് പാസിൽ പന്ത് കിട്ടിയാൽ പിന്നെ ഒരു കുതിപ്പാണ്. ജപ്പാൻ താരങ്ങളെ പിന്നെ ബ്രസീലിന്റെ ഫൈനൽ തേർഡിനടുത്ത് നോക്കിയാൽ മതി. ഈ ഒളിച്ചുകളികൾക്കിടയിൽ 29-ാം മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ച് ജപ്പാൻ മുന്നിലെത്തി. ഡാനിലോയുടെ പിഴവിൽ നിന്ന് പന്ത് റാഞ്ചി മൈതാന മധ്യത്തിൽ നിന്നൊരു സോളോ റണ്ണുമായി തുടങ്ങിയ സാനോയുടെ ഉഗ്രൻ ഫിനിഷിംഗ്. ബ്രസീലിയൻ ഗോളി അലിസൺ ബക്കറുടെ മുഴുനീള ഡൈവിംഗ് മറികടന്ന് പന്ത് വലയിലായപ്പോൾ ബ്രസീലിയൻ ആരാധകർ മൂക്കത്ത് വിരൽ വെച്ചു. ഹൂസ്റ്റണിൽ ബ്രസീലിയൻ താരങ്ങൾ ഒരു നിമിഷം സ്തബ്ധരായി. പക്ഷേ ഡഗ്ഔട്ടിൽ കാർലോ ശാന്തനായിരുന്നു. കാർലോ ആൻസലോട്ടിയുടെ മകനും ബ്രസീലിന്റെ സഹപരിശീലകനുമായ ഡേവിഡ് ആൻസലോട്ടി പിതാവിന്റെ ചെവിയിൽ എന്തൊക്കെയോ ഓതുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഡഗ്ഔട്ടിൽ ഈ കാഴ്ച മുമ്പ് കണ്ടിട്ടുള്ള ആരാധകർക്കറിയാം കാർലോയുടെ സർപ്രൈസ് പിന്നാലെ വരുമെന്ന്. രണ്ടാം പകുതിയിൽ ചെവിയിലേക്ക് മന്ത്രമോദി സ്ട്രൈക്കർ എൻട്രിക്കിനെ പകരക്കാരനായി പറഞ്ഞയക്കുകയാണ് ആൻസലോട്ടി. പരിക്കിന്റെ ലാഞ്ചന കാണിച്ചിരുന്ന മിഡ്ഫീൽഡർ പക്വേറ്റ അങ്ങനെ പുറത്തേക്ക്. ഏതു നിമിഷവും ഒരു ഗോൾ ബ്രസീൽ മടക്കുമെന്ന് ആരാധകർ അപ്പോഴേക്കും ഉറപ്പിച്ചിരുന്നു. അതാ കെട്ടഴിക്കുന്നു കാർലോയുടെ പ്ലാൻ ബി. അതിവേഗ നീക്കങ്ങളിലൂടെയും ഹൈബോളുകളിലൂടെയും ബ്രസീൽ രണ്ടാം പകുതിയിൽ ഇരമ്പിയാർത്തു. 56-ാം മിനിറ്റിൽ ഡിഫൻഡർ ഗബ്രിയൽ ഉയർത്തി നൽകിയ പന്തിൽ നിന്ന് ഹെഡറുമായി കാസിമിറോ കാനറികളെ ഒപ്പം എത്തിച്ചു. ടീം ആവശ്യപ്പെടുമ്പോൾ ജീവൻ നൽകാൻ കാസിംബായി അല്ലാണ്ട് മറ്റാര്? ജപ്പാൻ താരങ്ങളുടെ ഉയരക്കുറവ് മുതലാക്കിയായിരുന്നു ഈ ഗോൾ. ഈ ലോകകപ്പിൽ 3 ഗോളുകൾ നേടിയിട്ടുള്ള മത്യൂസ് ക്യൂനിയെയും പിൻവലിക്കുകയാണ് പിന്നാലെ കാർലോ. യെസ്, സംതിങ് ഈസ് കുക്കിംഗ്. ക്യൂനെ മോശം ഫോമിലാണെന്ന് കരുതിയല്ല, മൈതാനത്തിന്റെ വേഗം ഇനിയും കൂട്ടലാണ് കാർലോയുടെ ലക്ഷ്യം. ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ആ വരവ് ഒന്നൊന്നര വരവായി. മത്സരം 90 മിനിറ്റും പൂർത്തിയായി ഇഞ്ചുറി ടൈമിലേക്ക് അടുത്തപ്പോൾ ബ്രസീൽ ആരാധകരുടെ ചങ്കിടിച്ചു. ബ്രസീലിന്റെ ടാങ്ക് കാസിമിറോ കാലിന് പരിക്കേറ്റ് മൈതാനത്തിരിക്കുന്നു. എല്ലാ കണ്ണുകളും പണിയായല്ലോ എന്ന സംശയത്തിൽ നിൽക്കുന്നു. പന്ത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞ ജപ്പാൻ താരത്തിന്റെ പിഴവിൽ നിന്ന് ബോൾ റാഞ്ചി റയാൻ നടത്തുന്ന ഒരു നീക്കത്തിൽ പന്ത് ബോക്സിന് തൊട്ടുപുറത്ത് ബ്രൂണോ ഗിമാറസിന്റെ കാലുകളിലേക്ക് എത്തുകയാണ്. ഈ ലോകകപ്പിലെ 4ാം അസിസ്റ്റുമായി ബ്രൂണോ വരച്ചു നൽകുന്ന പന്ത് നേരെ എത്തിയത് കാവൽ മാലാക്ക പോലെ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ കാലുകളിലേക്ക്. പിന്നെയെല്ലാം ചരിത്രം. ബ്രസീൽ 2-1 ജയവുമായി പ്രീ ക്വാർട്ടറിലേക്ക്. അപ്പോൾ സ്റ്റേഡിയത്തിലെ ടൈം മെഷീനിൽ 95 മിനിറ്റുകൾ എന്ന് തെളിഞ്ഞിരുന്നു. തിരിച്ചടിക്കാൻ ജപ്പാന് സമയം ബാക്കിയുണ്ടായിരുന്നില്ല. ഇത് ബ്രസീലാണ്, അവരെ പരിശീലിപ്പിക്കുന്നത് കാർലോ ആൻസലോട്ടിയാണ് എന്ന് മാത്രം എഴുതാൻ മോറിയാസു വിട്ടുപോയി. നെയ്മറെ ഒരു സെക്കൻഡ് പോലും മൈതാനത്തിറക്കി പരിക്കിന് വിട്ടുകൊടുക്കാതെ ആൻസലോട്ടി നടത്തിയ സക്സസ് സെലിബ്രേഷൻ കൂടിയായി മത്സരം.